എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സന്തോഷകരമായ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇതിനകത്ത് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയതായിട്ട് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ദേവിയുടെ അനുഗ്രഹം എത്ര വേഗം അവർക്ക് ലഭിക്കുന്നതെന്നുള്ളത്. എല്ലാവർക്കും ലഭിക്കുന്നേ. നമ്മൾ മാക്സിമം ദേവീനെ പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പലരും ചോദിച്ചിരുന്നു, വാരാഹി ദേവി എന്തുകൊണ്ടാണ് രാത്രി ലൈക്ക് നമ്മൾ പൂജിക്കാറ്, അല്ലെങ്കിൽ നമ്മൾ മന്ത്രം ജപിക്കുന്നത് രാത്രിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ എല്ലാ ദേവീ ദേവന്മാരെയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. വാരാഹി ദേവിയുടെ പൂജയുടെ കാര്യങ്ങളൊന്നും എടുത്തു പറയാനായിട്ടുള്ള പൂജകൾ പോലും തന്നെ വാരാഹി അമ്മയ്ക്കില്ല. ഓക്കെ, അപ്പോൾ ഈ ദേവി പൊതുവേ ആക്റ്റീവായിരിക്കുന്നത് രാത്രി സമയത്താണ്. അപ്പോൾ രാത്രി സമയത്തായതുകൊണ്ട് തന്നെയാണ് നിദ്രാദേവി അല്ലെങ്കിൽ രാത്രി ദേവി എന്നൊക്കെ അറിയപ്പെടുന്നത്. പല നാമങ്ങളുണ്ട് കേട്ടോ. വാരാഹി അമ്മയ്ക്ക് വാരാഹി ദേവി, പഞ്ചമി ദേവി, വാർത്താളി, പന്നിമുഖി, ദണ്ഡനാഥ, അങ്ങനെ ഒട്ടനവധി നാമങ്ങൾ ഉള്ള ഭഗവതിയാണ്. നാമങ്ങളിൽ അറിയപ്പെടുന്ന ദേവിയാണ് വാരാഹി ദേവി. ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. പലർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു വാരാഹി അമ്മയുടെ കാര്യം നിത്യവും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ദേവിയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദേവി ചേർത്ത് പിടിക്കും. ഒരിക്കലും നമ്മുടെ ഏത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ കൈവിടാതെ നമ്മളെ മുറുകെ പിടിക്കും ദേവി. അത് ഉറപ്പാണ്. അതിന് അനുഭവം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് കാര്യം നമ്മളെ മാക്സിമം ഒരു മോശമായി ചിത്രീകരിച്ച് നമ്മളെ ഓരോ കാര്യത്തിലേക്കും നമ്മളെ വലിച്ചഴിച്ച് അങ്ങനെയൊക്കെ പ്രശ്നത്തിലാക്കിയിട്ട് നൈസായിട്ട് ഗോളായിട്ട് ചിരിച്ചിരിക്കുന്നവരെ പോലും വീഴ്ത്താനായിട്ട് ദേവിക്ക് കഴിയും. നമ്മൾ എല്ലാവർക്കും മിക്കവാറും സഹായം ആവശ്യപ്പെടുന്നവർക്കൊക്കെ നമ്മൾ സഹായം ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. പക്ഷേ അവരെ വിശ്വസിച്ച് നമ്മളെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവസാനം നമ്മളെ ചതിക്കുഴിയിലാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമുക്കറിയില്ല. അവർക്ക് ഇങ്ങനൊരു ഡബിൾ ഫേസ് ഉള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ അതവർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും നമ്മുടെ മുന്നേ തോൽക്കാനേ വഴിയുള്ളൂ. കാര്യം ദേവി അത്രത്തോളം നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മൾ ആരുടെ മുമ്പിൽ നിലവിളിക്കേണ്ടി വരില്ല. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഈ നിമിഷം പോലും ഞാൻ ഇരിക്കുന്നത് എൻ്റെ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ട് എവിടെയും പറയാൻ പറ്റും, എനിക്ക് ദേവിയിൽ അത്രയും വിശ്വാസമുണ്ട്. എൻ്റെ ദേവി എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഭക്തരുടെ കൂടെയുണ്ട്. എല്ലായ്പ്പോഴും അവരുടെ കൂടെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും അവരുടെ കൂടെ ഉണ്ട് എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അത്രയും ഉറപ്പ് തരാൻ എനിക്ക് പറ്റും. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയേണ്ട സാഹചര്യം ആണ്. കാര്യം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ഓരോ കമൻറ്റുകൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വെറുതെ ഒന്നും ആരും കമൻറ്റ് ചെയ്യത്തില്ല കേട്ടോ. അത്രയും അനുഭവം കിട്ടിയവർ, അതായത് ദേവിയുടെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു മന്ത്രം ജപിക്കുന്നവർക്ക് മാത്രമേ അറിയാവുള്ളൂ. അതൊന്ന് ജപിക്കുമ്പോൾ പോലും ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അത് ഒരു പോസിറ്റീവ് ഫീലാണ്. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് വേദനിക്കുന്ന കാര്യങ്ങളോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കും, എന്തുകൊണ്ട് എന്നെ അങ്ങനെ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയാൻ ഞാൻ അങ്ങനെ ഒരു ചാൻസ് ഒരുക്കിയിട്ടില്ല. പക്ഷെ അവരെന്താ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ പോലും എന്നെ ഒന്ന് എന്നെ ചേർത്ത് പിടിച്ചാൽ അത് നീ വിഷമിക്കേണ്ട, അത് പിന്നെ ഞാനത് ഓർക്കത്തില്ല കേട്ടോ. പക്ഷെ നേരത്തെ ഒന്നും എനിക്ക് അങ്ങനെയല്ലായിരുന്നു. ഞാൻ അതിങ്ങനെ ഓർത്ത് വിഷമിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ കൂടെ ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു തരും, പോട്ടെ, നമുക്ക് വിഷമിക്കണ്ട, എന്തോ ആരും എന്നെ ഫോളോ ചെയ്യണ പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അതൊരു നല്ല രീതിയിലാണ് പറയണത്. അതായത് ദേവി എൻ്റെ കൂടെ ഉണ്ട്. ഏതൊരു ദുഃഖമുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും എൻ്റെ കൂടെ ദേവി ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദേവിയുടെ മന്ത്രം നിത്യവും മുടങ്ങാതെ ജപിക്കുക. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യുഗ്രമായ ഒരു മന്ത്രമാണ്. ആ മന്ത്രം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും നല്ലതായിരിക്കും. അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ നന്നായിട്ട്
നന്നായിട്ട് പഠിക്കുവാനും അതുപോലെ നല്ല രീതിയിൽ വളർന്നു വരുവാനും നല്ല സ്വഭാവത്തോടുകൂടി വളർന്നു വരാൻ അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ സമ്പത്ത്, അതായത് നമുക്ക് എത്ര പണം വന്ന് ചേർന്നാലും അത് കൈ നിൽക്കുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സേവ് ചെയ്യാനും അല്ലെങ്കിൽ സമ്പത്ത് വന്ന് ചേരുവാനും തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇപ്പോൾ എത്രയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂ കിട്ടാനില്ല, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടാനില്ല. അങ്ങനെ പല രീതിയിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് ജോലിക്കിടയിലുള്ള കൊളീഗ്സിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഞാൻ പറയുകയാണ്, സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ എനിക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുന്നത് പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സോ അവരോട് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ദയവ് ചെയ്ത് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞാൻ അതെങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ, കാര്യം ഒരുപാട് അമ്മമാർ ഈ ഒരു ചാനലിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. ഞാൻ അതാണ് ഇങ്ങനെ ഈ ഓരോ വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ഓൾ ഇൻ വൺ ഡിവൈൻസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ തന്നെ അടുത്തായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അത് ആദ്യം കാണിച്ച പോലെ സബ്സ്ക്രൈബ് കൊടുത്ത് ബെല്ലൈക്കൺ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. ഇനി അറിയാനിട്ട് ചെയ്യാത്തവരാണെങ്കിൽ അവരോട് ഒരു റിക്വസ്റ്റാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അന്യദേശത്തിലുള്ള ഒരുപാട് പേര് ഇവിടെ നിന്ന് ജോലിക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളവർ. പിന്നെ അവർക്കൊക്കെ ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് പറയാൻ പോകുന്നത് കേട്ടോ. പിന്നെ അന്യദേശത്തുള്ളവർക്കാണെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഫോട്ടോ കിട്ടാനില്ല, അല്ലെങ്കിൽ വിളക്കൊന്നുമില്ല, എങ്ങനെയാണ് പ്രാർത്ഥിക്കാമെന്ന്. അതൊന്നും വിളക്കിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഫോൺ ഉണ്ടാവുമല്ലോ, ഫോണിനകത്ത് ദേവിയുടെ ഫോട്ടോ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചാലും മതി കേട്ടോ. അതങ്ങനെ ചെയ്താൽ മതി. ഇനി ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫ്രെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ രാത്രി പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. ഓക്കെ. പിന്നെ പലരും പറയുന്നുണ്ട് വലിച്ചു നീട്ടുന്നുണ്ടെന്ന്. കാര്യം ഓരോ വീഡിയോസിനകത്തും പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് കൊണ്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ കാര്യം ദേവിയുടെ മന്ത്രം ചൊല്ലുമ്പോൾ ഒരു മിസ്റ്റേക്കും കൂടാണ്ട് അത് വളരെ കറക്റ്റായിട്ട് തന്നെ അത് ചൊല്ലണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് നമ്മൾ തോന്നിയതുപോലെ ജപിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വളരെ നല്ല രീതിയിൽ ജപിക്കുക. ഇനി പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് 21 തവണ അല്ലെങ്കിൽ 1008 തവണ നിങ്ങൾക്ക് ജപിക്കാം. അത് നിങ്ങളുടെ എങ്ങനെയാണോ സൗകര്യം അതുപോലെ ചെയ്യാം. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ചിലരാണെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം എൻ്റെ കാര്യം. ഞാൻ പണ്ടും ഇപ്പോഴും അതായത് എല്ലാ ദിവസവും അല്ല, പലപ്പോഴുമായിട്ട് ഞാൻ എഴുതാറുണ്ട് മന്ത്രം 21 തവണ അല്ലെങ്കിൽ 1008 തവണ. അങ്ങനെ എഴുതിയാൽ ഒരുപാട് ഗുണമുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തി തോന്നും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന ദേവി കേട്ടതായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യും. എനിക്കങ്ങനെയാണ്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി ദേവീക്ഷേത്രത്തിൽ, അതായത് പഞ്ചമി ദേവി ക്ഷേത്രം അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവിടെ ഹാരമാക്കി ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രത്ത് പറ്റുന്നുണ്ട്, എനിക്കറിയില്ല. എല്ലായിടത്തെ കാര്യം എനിക്കറിയില്ല. ട്രിവാൻഡ്രത്താണെങ്കിൽ പേട്ടായിൽ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രമുണ്ട് കേട്ടോ. അവിടെ ഞാൻ കാണാറുണ്ട് പലരും വന്നിട്ട് ഹാരമാക്കി ഇങ്ങനെ നാമജപം 1008 തവണയോ അല്ലെങ്കിൽ 21 തവണയോ ഒക്കെ എഴുതിയിട്ട് അവർ ഹാരമാക്കി കൊണ്ടുവന്ന് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തും അത് പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം കേട്ടോ. എനിക്ക് തിരുവനന്തപുരം എൻ്റെ വീടിന് അടുത്താണ് എനിക്ക് ദേവീക്ഷേത്രമായതുകൊണ്ട് എനിക്കത് പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രൊമോഷണൽ വീഡിയോ അല്ല കേട്ടോ. ഇനി അത് പറഞ്ഞിട്ട് ഇനി അടുത്ത കമൻറ്റ് വേണ്ട. പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. ഇത് ദേവിയുടെ ചാനലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരുപാട് കാര്യങ്ങൾ എനിക്ക് അനുഭവത്തിലൂടെ ദേവിയുടെ സഹായത്താൽ നടന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ തുടങ്ങുന്നത് തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. എനിക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് 4 പേർക്ക് എനിക്ക് കാര്യങ്ങൾ അറിയിക്കണം എന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശത്തോട് തുടങ്ങിയതാണ്. പലരും പറഞ്ഞു വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാണ് അതിലൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് എന്നെ ദേവി തോന്നിച്ചതായിരിക്കാം എന്നെങ്കിലും വിശ്വസിക്കുന്നവളാണ് ഞാൻ. അതുകൊണ്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പം തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഒന്നിൽ ജപിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന അതായത് നാമജപം എഴുതിയിട്ട് ഹാരം പോലെ ആക്കാം. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം,
അതായത് ദേവിയുടെ അമ്പലം, അതായത് ദേവിയെ പോയി ദർശിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഏതാ മന്ത്രം എന്നുള്ളത് പറയാം. 21 തവണ അല്ലെങ്കിൽ 1008 തവണയാണ് ജപിക്കേണ്ടത്. ഓം വജ്രഘോഷം, 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 ഓം വജ്രഘോഷം,